ഈ പേപ്പർ വാഴയില ചോറ് വിളമ്പാൻ മാത്രമല്ല ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ നമ്മൾ ടിഷ്യൂ പേപ്പറുകളും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പേപ്പർ വാഴയില ഇതുപോലെ മടക്കി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളത് മടക്കി കൊടുത്ത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിന്ന് ഇത് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലയുടെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇലയുടെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളത് ഇവിടെയായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് ഇല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഇലകൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിന് താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. 2 ഇലകളും നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് വീണ്ടും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ ഇലയുടെ അരികിലൂടെ ഇതുപോലെ കാണുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന 2 ഇലകളും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇലകളുടെ വെയിൻസിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പേപ്പർ വാഴയില ഇതുപോലെ മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അതെല്ലാം നമ്മളിവിടെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനകത്തേക്ക് നമ്മൾ ഈർക്കിളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലേക്ക് തണ്ടുകളായി ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഇതെല്ലാം. അപ്പൊ ഇനി നമുക്ക് ഓരോ ഇലകളുടെ താഴെയും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള ഈർക്കിളി പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതെല്ലാം ഈ കാർഡ്ബോർഡ് ബോക്സിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസെല്ലാം വെച്ച് കൊടുക്കണം. നമ്മൾ അതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തെർമോക്കോളിന്റെ പീസായിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ബ്രൗൺ കളർ പെയിന്റും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈസും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇലകളായി നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ 2 ഇലകളാണ് നമ്മൾ ആദ്യം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇലകളെല്ലാം വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ.